നമസ്കാരം, ചാനൽ ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വകാര്യ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെയാണ് കർഷക സംഘടനകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ച് പിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും. എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതിയില്ല. പദ്ധതി കൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദിയുടെ ചെയർമാൻ റസാഖ് ചൂരുവേലിൽ ആരോപിച്ചു. പദ്ധതി പ്രകാരം തേക്ക്, ചന്ദനം, മഹാഗണി, ആഞ്ഞിലി, പ്ലാവ്, ഈട്ടി, കമ്പകം, കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വച്ച് പിടിപ്പിക്കാം. കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടിയും ഉണ്ടാക്കും. ഇതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഓഗസ്റ്റ് 20-നാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി. 50 മുതൽ 200 വരെ തൈകൾ 50 രൂപ നിരക്കിലും 51 മുതൽ 400 രൂപ വരെ തൈകൾ 40 രൂപയ്ക്കും 401 മുതൽ 625 രൂപ തൈകൾ വരെ 30 രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ലഭ്യമാക്കും. 200 തൈകൾ വച്ചുപിടിപ്പിച്ചാൽ 10,000 രൂപയും 625 വരെ തൈകൾ വച്ചുപിടിപ്പിച്ചാൽ 16,000 രൂപയും പ്രോത്സാഹന തുകയായി ഓരോ കർഷകനും കിട്ടും. എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തന്നെ തീരുമെന്നാണ് കർഷക സംഘടനാ നേതാവായ അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരുവേലിൽ പറയുന്നത്. പ്രിയമുള്ള കർഷക സുഹൃത്തുക്കൾ, ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു ചതിയുണ്ട് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സോഷ്യൽ ഫോറസ്ട്രി 85 കാലം തൊട്ട് നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ മരത്തൈകൾ വിതരണം ചെയ്യുകയും വ്യാപകമായി വനവൽക്കരണത്തിന് ഒട്ടേറെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നൽകിയ തേക്ക്, ഈട്ടി പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ആളുകൾ ഇന്ന് ആ മരം വെട്ടുന്നതിന് കഴിയാതെ ഗുരുതരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. കാരണം നമ്മളുടെ പട്ടയ ചട്ടങ്ങളിൽ ഇത്തരം മരങ്ങൾ നമുക്കുള്ളതല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെ 64-ലെ ചട്ടത്തിലും 93-ലെ ചട്ടത്തിലും വ്യാപകമായി മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നുള്ള കർക്കശ നിർദ്ദേശമുള്ളതാണ് നമുക്ക് ഈ മരം മുറിക്കാൻ കഴിയാതെ വരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം. 2005-ൽ വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമം കേരളം കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ അത് അതിന്റെ ചട്ടങ്ങളോ അതിന്റെ മുന്നോട്ടുള്ള ഭാവിയോ നിർണയിക്കപ്പെട്ടില്ല എന്നുള്ള ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 2014-ൽ കേന്ദ്ര വനനയം യഥേഷ്ടം മരങ്ങൾ വെക്കുന്നതിനും മുറിക്കുന്നതിനുമുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പാക്കാൻ കേരളത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ഇന്നേ വരെ കേരളം അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ 2015-16 കാലഘട്ടത്തിൽ ഉണ്ടാകുകയും തുടർന്ന് ഗവൺമെന്റ് 2018-ൽ ഇത് വെട്ടുന്നതിന് ഒരു ഉത്തരവിറക്കുകയും ചെയ്തു. ആ ഉത്തരവിൽ ആശങ്ക പ്രകടിപ്പിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് 2020-ൽ ഗവൺമെന്റ് വീണ്ടും ചീഫ് സെക്രട്ടറി ഇട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തേക്കും ഈട്ടിയും വെട്ടിയ 1000-ഓളം കക്ഷികൾ 2022-ൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയുണ്ടായി. ഈ കക്ഷികൾക്കെതിരെ റവന്യൂ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ മരത്തിന്റെ 3 ഇരട്ടി പിഴ വാങ്ങുന്ന KLC റൂളുണ്ട്. ആ റൂള് പ്രകാരം വില്ലേജുകൾ കേസെടുക്കുകയുണ്ടായി. അതേ സ്ഥാനത്ത് തന്നെ അനധികൃതമായി മുറിച്ചു എന്ന കാരണത്താൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ നിയമം അനുസരിച്ചും കേസ് ചെയ്യപ്പെട്ടു. ഇതോടൊപ്പം സ്റ്റേറ്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP 2 ഇരട്ടി പൈസ കെട്ടി ജാമ്യം എടുക്കേണ്ടുന്ന കേസും ഫയൽ ചെയ്യപ്പെട്ടു. ഒട്ടേറെ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അടിമാലിയിലൊക്കെയുള്ള പലരും അന്ന് ജയിലിൽ പോയത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ നട്ടുവളർത്തിയ ഇത്തരം മരങ്ങൾ മുറിച്ചവർ ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം പോലും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഇന്ന് അവരുടെ ബാങ്ക് ലോൺ വീട്ടുന്നതിനും മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായി കരുതി വച്ച പണം
പണമല്ലാതെ ഇന്ന് അവന് മറ്റ് കൃഷി ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് വട്ടവട മേഖലയിൽ വട്ടവട, കാന്തല്ലൂർ, മറയൂർ, കീഴാന്തൂർ തുടങ്ങിയ 5 വില്ലേജുകളിൽ ആ പ്രദേശങ്ങളിൽ യൂക്കാലി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ വ്യാപകമായി ആ നാട്ടുകാർക്ക് ക്ലാസ് കൊടുക്കുകയും അവർക്ക് ലോൺ കിട്ടുന്നതിന് വേണ്ട ബാങ്ക് നടപടികളിൽ സഹകരിക്കുകയും അവർക്ക് തൈ നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ട് വ്യാപകമായി യൂക്കാലി കൃഷി അവരെ കൊണ്ട് ചെയ്യുകയുണ്ടായി. ഈ യൂക്കാലി കൃഷി വലിയ ലാഭകരമായി ആ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ സാമൂഹിക നേട്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ 2014 ഇത് നിരോധിച്ചു. ഒട്ടേറെ ഭൂമികൾ ഇന്നും ആ നിരോധിച്ചതിന് ശേഷം നിൽക്കുന്ന മരം വെട്ടിമാറ്റിക്കൊണ്ട് മറ്റ് കൃഷിയിലേക്ക് കിടക്കാൻ അന്നാട്ടുകാരെ സമ്മതിക്കാതിരിക്കുന്ന സർക്കാരാണ് നമ്മളെയും കൊണ്ട് പുതിയ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് മരം വച്ചുപിടിപ്പിക്കുന്നവർക്ക് 16,000-ഉം 25,000-ഉം ഒക്കെ ക്യാഷ് ഓഫർ നൽകിക്കൊണ്ട് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. നിങ്ങൾ ഇന്ന് നടുന്ന മരം ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്ന മരമായിരിക്കില്ല. നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത്. അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും ഈട്ടിയും എമണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ. ഇത് നിങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതിയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. തുടർച്ചയായി വാർത്തകളും വിശേഷങ്ങളും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ ചുവടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.